എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ടും കറിയാണ്. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഞണ്ടും കറിയാണ്. തേങ്ങ അരച്ചിട്ടുള്ള കുറുകിയ ഒരു ഞണ്ടും കറിയാണ്. പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ഞണ്ടാണ്. അതൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കണം. ഒരു 3-4 തവണയെങ്കിലും കഴുകണം. നമ്മളിവിടെ ഞണ്ടൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞണ്ടൊക്കെ ഒന്ന് നന്നായി നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഞണ്ടൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 തക്കാളി, പച്ചമുളക്, കറിവേപ്പില, 1 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതിൽ 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുത്താൽ മതി. നമുക്ക് ഈ തേങ്ങ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ ഇഞ്ചി കൂട്ടിയിട്ടാണ് അരച്ചെടുക്കണത്. തേങ്ങയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി, പച്ചമുളക്, സവാള ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി അതും 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പുഴുങ്ങി എടുത്തതാണ് ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഞണ്ടും കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഞണ്ടും കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വറവിടണം. അതിന് വേണ്ടി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക്, സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ടും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.